ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ചേർത്തുകൊണ്ടുള്ളൊരു കേക്കാണ്. അതിനായിട്ട് നമുക്ക് പുളിപ്പില്ലാത്തൊരു മാങ്ങയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതൊരു ചെറിയൊരു മാങ്ങയാണ്. ആദ്യം നമ്മൾ മാങ്ങയുടെ തോലെല്ലാം ചെത്തിയെടുക്കുക. ആദ്യം നമുക്ക് മാങ്ങയെല്ലാം ഒന്ന് കൊത്തിയരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ പുളിപ്പെല്ലാം മാറാനായിട്ട് ഒരു 3-4 തവണ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇത് ഞാൻ എടുത്തിട്ടുള്ളത് 100 ഗ്രാം പഞ്ചസാരയാണ്, 1 ഗ്രാമ്പു, ചെറിയ പട്ട, 3 ഏലക്ക, ഒരു മുട്ട, 2 സ്പൂൺ കണക്കാക്കി ബട്ടർ എടുത്തിട്ടുണ്ട്. മൈദ മാവ് ഒരു 125 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. മാങ്ങ കൊത്തി എരിഞ്ഞത് ഒരു 50 ഗ്രാം ആവശ്യമായിട്ട് വരും. നമ്മളിപ്പോൾ മിക്സിയിലാണ് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് പഞ്ചസാരയും ഏലക്കായും പട്ടയും ഗ്രാമ്പും കൂടി നന്നായിട്ട് പൗഡറായിട്ടൊന്ന് അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. കൂടെ തന്നെ 2 സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതൊരു 20 ഗ്രാം ബട്ടർ വരും. പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട പാലാണ്, ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വരാം. ഇനി നമുക്കിവ മറ്റൊരു ബൗളിലോട്ട് മാറ്റിയ ശേഷം മൈദ മാവ് കുറച്ചായിട്ട് തട്ടി യോജിപ്പിച്ച് കൊടുക്കണം. കുറച്ചായിട്ട് നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം കൂടി വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് വീണ്ടും ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എത്ര പ്രാവശ്യം നമ്മൾ അടിക്കുന്നോ അത്രയ്ക്കും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഒരു 1/4 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൊത്തിയരിഞ്ഞ മാങ്ങയിൽ 1 സ്പൂൺ മൈദ വിതറി കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് തയ്യാറാക്കുമ്പോൾ മാങ്ങ അതിൻ്റെ മാവുമായിട്ട് ഒട്ടിച്ചേരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി 2 ബൗൾ എടുത്ത ശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മാവ് 2 കപ്പിലോട്ടും ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പിലെ മാവിലേക്ക് ഞാനിപ്പോൾ പച്ച കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പിസ്ത എസൻസ് ആണ്. പച്ചമാങ്ങയുടെ കേക്ക് ആയതുകൊണ്ടാണ് പച്ച കളർ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. കളർ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മൈദ വിതറിയ മാങ്ങ അത് കുറച്ചായിട്ട് 2 മാവ് കൂട്ടിലും ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു ടിന്നിലേക്ക് മാറ്റിയെടുക്കാം. ആദ്യം നമ്മൾ കളർ ചേർക്കാത്ത മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഗ്രീൻ കളർ ഒഴിച്ച മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അങ്ങനെ മാറി 2 കളറും ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇഡ്ഡലി കുക്കറിലാണ് കേക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനതൊരു 40-45 മിനിറ്റാണ് വെക്കുന്നത്. ഇനി നമുക്ക് കേക്ക് വേവാൻ വെക്കാം. കേക്കെല്ലാം ഇപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മുടെ പച്ചമാങ്ങ കൊണ്ടുള്ള കേക്ക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റും ഒരു വെറൈറ്റി ടേസ്റ്റും ആയിട്ടുള്ളൊരു കേക്കാണിത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കുക.